ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 7 മണി ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു യാത്ര പോവുകയാണ്. ഞാൻ അങ്ങനെ ലോങ് വീഡിയോസൊന്നും അധികം ഇടാറില്ല കേട്ടോ. എന്തോ ഒരു ചെറിയൊരു കോൺഫിഡൻസ് കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഞാൻ കുറേ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നെടാന്ന് വെച്ചിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഇടാമെന്ന് തന്നെ കരുതി. അപ്പോൾ ഞാനിന്നൊരു യാത്ര പോവുകയാണ്. അപ്പോൾ രാവിലെ മോർണിംഗ് നമ്മൾ ഇറങ്ങി. അപ്പോൾ അടുത്തുള്ള കടയിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതിയില്ല. അപ്പോൾ അത് കുന്നംകുളത്തുള്ള നായരുടെ ഹോട്ടൽ എന്ന് പറയും. അപ്പോൾ അവിടെയായിട്ട് നമ്മൾ കയറിയത്. അവിടുത്തെ നല്ല വെജിറ്റേറിയൻ ഫുഡാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ മസാല ദോശയാണ് കേട്ടോ പറഞ്ഞത്. മസാല ദോശയും പിന്നെ ഉഴുന്നുവടയും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഇതായിട്ടാ വരുന്നത്. മസാല ദോശ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും ടേസ്റ്റ് അത്ര പോരായിരുന്നു കേട്ടോ. പക്ഷേ ഉഴുന്നോടെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, നല്ല സോഫ്റ്റാണ്. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അവരെ കടയിൽ. ഒരു 18 രൂപയാവും, എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഈ യാത്ര ആരംഭിച്ചു കേട്ടോ. അങ്ങനെ ആരംഭിച്ച് നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കുതിരാൻതുരങ്കാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാലക്കാട് വഴിയാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് കോയമ്പത്തൂർക്കാണ് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ പോവാണ്. അപ്പോൾ ഇതാ കോയമ്പത്തൂർ എത്താനായിട്ടൊക്കെ കുറച്ച് മുന്നേയിട്ട് ഇതാ വഴിയിലൊക്കെ ഈ നമ്മുടെ ചാമ്പയ്ക്ക അയിനിച്ചക്കൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കി, പക്ഷെ മേടിക്കൊന്നും ചെയ്തില്ല കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ യാത്ര ആരംഭിച്ചു. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ എത്താറായിട്ടാണ്. അപ്പോൾ വെൽക്കം കോയമ്പത്തൂർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ബോർഡ് നമ്മളിപ്പോൾ കണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളീ പോകുമ്പോൾ ഈ ടൗണൊക്കെ എത്തുമ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടൗണൊക്കെ കഴിഞ്ഞ് ധാരാളം വലിയ വലിയ കടകളൊക്കെ ഉള്ള നല്ല ടൗൺ കേട്ടോ. പിന്നെ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്ന, ഈ ഫ്ലാറ്റൊക്കെ പോലെ തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ നാട്ടിലെ ടൗൺ പോലെയല്ല. അപ്പോൾ അത് ടൗണൊക്കെ കഴിഞ്ഞ് ഒരു സാധാ ഒരു തിരക്കൊന്നുമില്ലാത്തൊരു ഹൈവേക്കൊക്കെ എത്തിയപ്പോൾ നമ്മൾ സൈഡിലുള്ള ഒരു കടയിൽ നമ്മൾ എന്താ പറയുക ഇളനീരൊക്കെ മേടിച്ചിട്ടാണ്. അപ്പോൾ നല്ല ഇളനീരായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കാമ്പ് ഇതൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ എൻ്റെ മോൾ ഇറങ്ങിയ കാരണം ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഈ ഒരു ട്രിപ്പ് പോകാനുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ചെറിയ എല്ലാവരും കൂടി ഒന്ന് പോകുന്ന വഴിയല്ല ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. രണ്ട് വായുമ്പോഴത്തേക്കും കഴിഞ്ഞു. മല്ലിപ്പൂ എത്ര? മല്ലിപ്പൂ 60 രൂപ 60 ഒരു മുഴം. നമ്മൾ ആ പൂവൊന്നും മേടിച്ചില്ല കേട്ടോ. പക്ഷെ അവരെ വിചാരം നമ്മളത് മേടിക്കാൻ വേണ്ടി നിർത്തിയതാണെന്ന് കരുതിയിട്ടാണ് അവർ ഇത് കട്ട് ചെയ്യാനൊക്കെ പോയത്. പക്ഷെ നമ്മളതൊന്നും മേടിച്ചില്ല. എന്നിട്ട് നമ്മൾ പോണ വഴി അപ്പോൾ കൂടുള്ളവരൊക്കെ പറഞ്ഞു ഉപ്പിലിട്ടതല്ല, നമ്മൾ മാങ്ങ ചെത്തിയിട്ട് മിളകും ഇതൊക്കെ ഇട്ടിട്ടുണ്ടാവില്ലേ, അപ്പോൾ അത് മേടിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളത് മേടിച്ചിട്ടാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു കേട്ടോ. നല്ലൊരു പ്ലിയൂറൊക്കെ പോലത്തെ നല്ല മാങ്ങയായിരുന്നു. ഈ റോഡെന്ന് പറയണത് നമ്മുടെ മരുതമല ക്ഷേത്രമല്ലേ, അങ്ങോട്ട് പോകുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വഴിയിലാണ് ഇങ്ങനെ കുറേ സാധനങ്ങളും ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഒരു ഉച്ച 1 മണിയൊക്കെ ആവാറായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതേ
ആനന്ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു വലിയ ഹോട്ടലിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ ഹോട്ടലെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല എക്സ്പെൻസീവാണ്. പക്ഷേ ഒട്ടും എക്സ്പെൻസീവ് എന്നൊന്നും പറയാല്ല, നോർമലായിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഫുഡിൻ്റെ അതേ റേറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വലിയ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ വലിയ ഹോട്ടലാണ് കേട്ടോ. കുറേ ജോലിക്കാരോണ്ട് നിറഞ്ഞിട്ടുള്ളൊരു ഹോട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ചേച്ചിയാണ് കേട്ടോ നമുക്ക് ഫുഡൊക്കെ എന്താ വേണ്ടെന്നൊക്കെ ഓർഡർ എടുക്കാൻ വന്നിട്ടുള്ള ചേച്ചി. അപ്പോൾ നല്ല സർവീസായിരുന്നു കേട്ടോ. നല്ല സർവീസ് എന്ന് പറഞ്ഞാൽ നല്ല സർവീസ്, അതേപോലെ തന്നെ നല്ല ഫുഡ് കേട്ടോ. നല്ല എന്താ പറയുക, ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നോർമലായിട്ടുള്ള റേറ്റ് ആയിരുന്നു കേട്ടോ ഇലയ്ക്കൊക്കെ. അപ്പോൾ നമ്മൾ ആനന്ദാസിൽ നിന്ന് കേട്ടോ ഫുഡ് കഴിച്ചത്. എൻ്റെ കുഞ്ചപ്പനെ ഞാനിത് എൻ്റെ സൈഡിലോട്ട് തട്ടിയിട്ടാണ്. കാരണം എൻ്റെ അടുത്ത് ഇരുന്നാലേ വാരി കൊടുക്കാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെ മൂപ്പരാളെ ഒറ്റയ്ക്ക് ഇരുത്തി കഴിഞ്ഞാൽ സെറ്റാവില്ല. പക്ഷെ മൂപ്പര ഒറ്റയ്ക്ക് എല്ലാ ഫുഡും നല്ല നീറ്റായിട്ടൊക്കെ കഴിക്കട്ടോ. സ്പൂൺ കൊണ്ടായാലും എല്ലാ കാര്യങ്ങളൊക്കെ ആളുടെ കാര്യത്തിലൊക്കെ ആൾ ഡീസൻ്റാണ്. നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ കുറേ വിഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ ഒരു ഇലയിൽ. പിന്നെ പായസമൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇത് നമ്മുടെ ചില്ലി ഗോബി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല ടേസ്റ്റുള്ള പായസം. അത് നമ്മൾ 2 വട്ടമൊക്കെ എല്ലാ കറികളായാലും ചോറും എല്ലാം നമ്മൾ 2 വട്ടമൊക്കെ ചോദിച്ചാൽ അവർ കൊണ്ടുവന്ന് തരും കേട്ടോ. അതിനൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. നടക്കുന്ന സ്ഥലമായാലും എല്ലാ ഭാഗവും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. നല്ല സ്ഥലമാണ്. ഇതാണ് കിച്ചൻ്റെ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലമാണ് കേട്ടത്. ഇതാണ് കിച്ചൺ. വലിയ കിച്ചണാണ്. ഇതും ക്ലീന്. ഇത് വാഷ് ഏരിയയാണ് കേട്ടോ. ഇതൊരു വാഷ് ഏരിയയാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. നല്ല നീറ്റാണ്. എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്താ പറയുക, എയർപോർട്ടിലൊക്കെ പോയാണ്ടാവും എയർപോർട്ട് അവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല അതിൻ്റെ വീട്ടിൽ നല്ലൊരു സുഗന്ധമാണ് കേട്ടോ. നല്ല ചമ്മന്തി കത്തിച്ച് വെച്ചിട്ട് നല്ല സ്മെല്ലാണ്. പിന്നെ ബാത്റൂമിൻ്റെ കാര്യമായാലും എടുത്ത് പറയണ്ട കേട്ടോ. നല്ല സൂപ്പർ ബാത്റൂമാണ്, നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ അതാ ഇവിടെ എല്ലാ സൈഡിലും ഇതേപോലെ കൂജയിൽ ഇത് ഓടാണോ എന്ത് മെറ്റലാണെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ ഇതിലാണ് വെള്ളം വെച്ചിട്ടുണ്ടാവും കേട്ടോ. എല്ലാ ഭാഗത്തും ഉണ്ടാവും. പിന്നെ ഈ കാണുന്ന കുൽഫി ഐസ്ക്രീംസ് എല്ലാം ഇവരെ പ്രൊഡക്ഷനാണ് കേട്ടോ. ഇവർക്ക് സ്വന്തമായിട്ട് ഫാമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. വലിയ ഫാമാണ്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്നതാണ് ഈ കുൽഫി അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. ഇവരതിൻ്റെ പേര് വന്നിട്ട് ഡയറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരാണ്. പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയുന്നതാണ് അവരെ മാംഗോ മിൽക്ക് എന്ന് പറയുന്നത്. കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ മാംഗോ മിൽക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല സൂപ്പർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒറിജിനൽ സാധനം. മാങ്ങ നമ്മൾ മിക്സിയിലടിച്ചിട്ട് പാൽ ഇതൊക്കെ ഒഴിച്ച് കൊടുക്കില്ല, അതേ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മരുതമലൈ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. കൊച്ചിനെ പിടിക്ക്.
അപ്പോൾ ഈ അമ്പലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് നമ്മുടെ വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അതെ അവിടെ അങ്ങനെ ബസ്സുകൾ ഇട്ടിട്ടുണ്ടാവും. ഈ വണ്ടിയിൽ മാത്രമേ നമുക്ക് സർവീസ് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ആൾക്ക് 10 രൂപയാണ് ടിക്കറ്റിന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ പോയിട്ട് ആ ടിക്കറ്റ് എടുത്തിട്ട് വേണം ആ ബസ്സിൽ കയറാൻ. അവർ അവിടെ നിന്നും അതേപോലെ തന്നെയാണ് കേട്ടോ, വേറെ വണ്ടികളൊന്നും അങ്ങോട്ട് കയറ്റി വിടത്തില്ല. ടിക്കറ്റ് വേണം 10 rupees. 1 2 3 5 person. ഒരു 50 രൂപ കൊടുക്ക്. അപ്പോൾ അതാ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടാ. ഇനി ഇവിടുന്ന് കുറച്ച് ഇതേ ആ കാണുന്നതായിട്ട് അമ്പലം. ഈ അമ്പലത്തിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ സാധനങ്ങളും അങ്ങനെ കലങ്കോലായ പോലെ കണ്ടില്ലേ. ഇപ്പോൾ അമ്പലം ഇങ്ങനെ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ല ഹൈറ്റിക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ വണ്ടിയിൽ നമ്മൾ വന്ന വണ്ടിയിലാണെങ്കിൽ സീറ്റും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വളഞ്ഞ് അങ്ങോട്ട് വളഞ്ഞ് ഇങ്ങോട്ട് വളഞ്ഞിട്ട് നമ്മൾ പിടിച്ചില്ലേ അപ്പോൾ തെറിക്കും. ആ രീതിയിലാണ് ആ ബസ്സിൽ വന്നത്. എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ കയറിയിട്ടാ. വേറെ ആരും കൂടുതൽ ആരും വന്നില്ല. ഞാനും കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് പോയി കുറേ സ്റ്റെപ്പുകൾ കയറാണ്ട് കേട്ടോ. അതാണ് ഈ അമ്പലത്തിൻ്റെ വലിയൊരു പ്രത്യേകത. പിന്നെ മാത്രമല്ല ഇവിടെ എല്ലാവരും ഇങ്ങനെ കല്ല് കൂട്ടി വയ്ക്കുന്നത്. ഇവിടെ പോയാലും കാണാം അങ്ങനെ കല്ലുകൾ ഇങ്ങനെ കൂട്ടിയെടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മളെന്തെങ്കിലും ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിക്കില്ലേ, എന്നിട്ട് കല്ലിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ നടക്കുമെന്നാണ് പറയണത്. അപ്പോൾ ഞാനും അങ്ങനെ കല്ലുകളൊക്കെ കൂട്ടി വെച്ചിട്ടാണ്. പിന്നെ അത് മാത്രമല്ല ഇത് എവിടെ പോയാലും ഉണ്ടാവും കേട്ടോ. എല്ലാ അമ്പലത്തിൻ്റെ അവിടെയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ കൂട്ടിച്ചുള്ളതായിട്ട് കാണാം. പിന്നെ ഒരമ്പലം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഒരമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ദേവിയുടെ അമ്പലം ഇവിടെ, പിന്നെ അയ്യപ്പൻ്റെ അമ്പലം അവിടെ അങ്ങനെ തൊട്ടടുത്തായിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരമ്പലം കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ ഒരമ്പലം കൊയിലാണ്ടിയിലാണ്. അതേപോലെയാണ് കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഇത് പിന്നെ അവിടുത്തെ പ്രസാദമാണ് കേട്ടോ. എന്തോ പൊങ്കൽ എന്തോന്ന് തോന്നുന്നത്. ഞാൻ കഴിച്ചില്ല, എനിക്കെന്തോ കഴിക്കാൻ തോന്നി. അങ്ങനെ നമ്മൾ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. നമ്മളെ കാലൊന്നും ഇങ്ങനെ വിറയ്ക്കണ പോലെ ഇരുന്നു. കാരണം അത്രയും സ്റ്റെപ്പുകൾ കയറി ഇറങ്ങിയിട്ടായിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ബസ്സിൽ കയറാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയല്ല കേട്ടോ ബസ്സിൽ കയറാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ നിൽക്കും. ഇതാണ് ഇപ്പോൾ അവിടുത്തെ സിസ്റ്റം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബസ് ടിക്കറ്റൊക്കെ മേടിച്ചിട്ട് നമുക്ക് ബസ്സിൽ പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ബസ്സൊക്കെ ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ 5 രൂപ 10 രൂപയുടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കയറി 2-3 ക്ലിപ്പൊക്കെ എടുത്തിട്ടോ ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴി പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് ആനന്ദാസിക്ക് തന്നെ വന്നിട്ടോ. കാരണം വേറെ എവിടെയും നമ്മൾ കയറിയില്ല, നമ്മൾ അങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ ചായക്ക് നല്ല ഉഴുന്നുവടി, നല്ല ചമ്മന്തി ആയിരുന്നു കേട്ടോ. ചമ്മന്തി എടുത്ത് പറയണത് അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ കോഫിയാണ് കേട്ടോ കുടിച്ചത്. പിന്നെ അവിടുത്തെ മെനു ഇങ്ങനെ അവരിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് അന്നത്തെ മെനു. അത് ഉച്ചയ്ക്കത്തെ ഫുഡായാലും അവർ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ നല്ല കാപ്പിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ പോകുന്നത് എവിടേക്കാണെന്ന് പറയും, രാജാ സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. അതായത് കോയമ്പത്തൂരുള്ളൊരു വലിയ സ്ട്രീറ്റാണ്. ഈ ഡ്രസ്സുകളും അങ്ങനത്തെ ചീപ്പ് റേറ്റിന് എല്ലാ സാധനവും കിട്ടുന്ന ഒരു സ്ട്രീറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കയറി. അവിടെ കുറേ തുണികളെന്ന് പറഞ്ഞാൽ കുറേ തുണിക്കടകളുണ്ട്. പിന്നെ ചെരുപ്പ്, ബാഗ് എല്ലാം ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഓരോ റോഡ് വഴി ഇങ്ങനെ ചുറ്റിക്കറങ്ങി കുറേ സമയം എടുക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കിട്ടാൻ. പിന്നെ അതുമാത്രമല്ല ഭയങ്കര ട്രാഫിക് ബ്ലോക്കും. ഇത് പാർക്ക് ചെയ്യാനായിട്ട് വലിയ ഒരു സ്ഥലമുണ്ട് കേട്ടോ, പാർക്കിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടോ. പക്ഷെ ഞാനൊന്നും എടുത്തില്ല കേട്ടോ. കാരണം എനിക്കത്
ഇങ്ങനെ പ്രത്യേകിച്ച് ഞാൻ എല്ലാ കടയിലും ഇങ്ങനെ കയറി ഇറങ്ങാമെന്നല്ലാണ്ട് എനിക്ക് മനസ്സിന് പിടിച്ച് അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുക എന്നുള്ളത് വളരെ റയറാണ്. ഞാനങ്ങനെ എടുക്കാറില്ല. അങ്ങനെ എല്ലാ കടയിലും കയറാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എടുക്കൽ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്, പക്ഷേ വെറുതെ ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ നോക്കിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണെന്നൊന്നും, ക്വാളിറ്റിയുള്ള ഡ്രസ്സ് നല്ല മീൻസ് നമ്മളെ നാട്ടിൽ കിട്ടുന്ന നല്ല മോഡലുകൾ, നല്ല ഡ്രസ്സുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഒരു കടയിലാണ്ട് പോയപ്പോഴാണ് നല്ല മോഡൽ ഡ്രസ്സുകൾ തന്നെ കണ്ടത്. പക്ഷെ നമ്മളിവിടെ വന്നാണ്ടല്ലോ അങ്ങനെ ബാർഗെയിൻ ചെയ്ത് ഇങ്ങനെ വില പേശിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അവരിപ്പോൾ എത്ര പറയുമ്പോൾ നമ്മൾ അത്ര പറയും, പക്ഷെ നമ്മൾ ലാസ്റ്റ് പറയുന്ന ആ ഒരു റേറ്റിക്ക് തന്നെ അവർ എത്തും കേട്ടോ. അപ്പോൾ ആ കടയിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര ലേറ്റ്, ഒരു 6-7 മണിക്ക് ആവാറായി ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു കടയിൽ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണം പോലെ തോന്നിയപ്പോൾ നമ്മളൊരു നാരങ്ങ സോഡ അങ്ങനെ ലൈറ്റായിട്ട് ലൈമും ഇതൊക്കെ കുടിക്കാൻ കയറിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ക്ഷീണമായിരുന്നു, കാരണം അപ്പോൾ കുറേ ദൂരം യാത്ര ചെയ്തത് കൊണ്ടാവാം എന്ന് പറയട്ടെ. കാരണം മൂടൊക്കെ ഭയങ്കരമായിട്ട് തരിച്ചൊന്ന് എനിക്കിരിക്കാൻ വേണ്ടി, കാരണം അത്രയും മണിക്കൂറുകളുണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിങ്ങനെ ഷോർട്ടാക്കി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മളവിടെ തിരിച്ച് ഇപ്പോൾ രാത്രി കുറച്ചധികം സമയമായിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് TNTയിലായിട്ട് നമ്മൾ കയറിയത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അൽഫാമും ഇതൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും എൻ്റെ മോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൾ രാത്രി ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അങ്ങനെ നമ്മളപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പം ഇന്ന് ഒരു വലിയ ചെറിയൊരു യാത്രയെന്ന് തന്നെ പറയാം. അതൊരു ചുരുക്കി ഞാൻ കുളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.